കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെയും ഹർദീപ് സിംഗ് പുരിയെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുനഃസംഘടനയ്ക്ക് ശുപാർശ ചെയ്തു. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, അപ്പോൾ ഒരു മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തു പോകുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം നിരന്തരം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി മന്ത്രിസഭാ പുനഃസംഘടന അതിനൊരു കാരണമാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണോ നിലവിൽ? ജിൽസി, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിക്കൊണ്ട് കേന്ദ്ര മന്ത്രിസഭ വിപുലമായി തന്നെ പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിന്റെ ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ദ്രൗപദി മുർമുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ പുനഃസംഘടനയ്ക്ക് ശുപാർശ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, അതോടൊപ്പം തന്നെ പെട്രോളിയം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി എന്നിവരെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളോളമായി വലിയ തോതിൽ NDAക്കും BJP സർക്കാരിനും തിരിച്ചടിയാകുന്നത് ഈ രണ്ട് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലായിരുന്നു. നമുക്കറിയാം, നീറ്റ് UG പരീക്ഷാ ക്രമക്കേട്, അതോടൊപ്പം തന്നെ CBSEയുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള തകരാറുകൾ തുടങ്ങിയിട്ടുള്ള പ്രതിസന്ധികളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJP അടക്കമുള്ള സംഘടനകൾ ഇപ്പോഴും പ്രതിഷേധത്തിൽ തുടരുകയാണ്. വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഈ പരീക്ഷാ ക്രമക്കേടുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ധർമ്മേന്ദ്ര പ്രധാനെ ഈ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുമോ എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പുനഃസംഘടന വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാവുകയും പിന്നീട് രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളായി മാറുകയും ചെയ്തു. 4 തവണകളായിക്കൊണ്ട് ഇന്ധനത്തിന് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് വില വർദ്ധിപ്പിക്കുകയും സാധാരണക്കാരുടെ ജീവിതത്തിന് അത് വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടി ഹർദീപ് സിംഗ് പുരിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 2 പേരെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന് പകരം നിലവിൽ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനെ പരിഗണിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ NDAയിലേക്ക് ചേക്കേറിയിട്ടുള്ള ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽപ്പെട്ടുള്ള MP ശ്രീകാന്ത് ഷിൻഡേക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മീററ്റ് MP ആയിട്ടുള്ള അരുൺ നോവലിനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. മനോഹർ ലാൽ ഘട്ടന് ഹരിയാനയിൽ നിന്നുള്ള MP ആണ് അദ്ദേഹത്തിന് വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇത്തവണ ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും 13 പുതിയ അംഗങ്ങൾ ഈ മന്ത്രിസഭയിലേക്ക് വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ ഇനി ആരൊക്കെ ഉണ്ടാകും, അതോടൊപ്പം തന്നെ കേരളത്തിൽ അടക്കമുള്ള ആളുകളെ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ചർച്ചകളായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പുനഃസംഘടന ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി ഇതിൽ ഒരു അന്തിമ തീരുമാനം ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വിപുലമായൊരു പുനഃസംഘടനയ്ക്കാണ് കേന്ദ്രം ഒരുങ്ങുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അതിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. CJP അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടി അത് പ്രധാനമാണ്.